അതെ, ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ബോക്സ് പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചൊരു വീഡിയോ തന്നെ ആയിട്ട് ചെയ്തേക്കാം എന്നുള്ളത്. ഞാനിത് നാട്ടിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ടൈം ആട്ടോ. ഏതാണ് സാധനം? ആദ്യമായിട്ടാണ് നാട്ടിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്നത്. ഇതെനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്നും കൊടുത്തയക്കുന്നതായിരുന്നേ. അപ്പോൾ ഇപ്പോൾ അവിടെ ആ ഷോപ്പിൽ സാധനം വരുന്നില്ല എന്ന് കേട്ടപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചൊരു മുതലാണിത്. ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ ഗൈസ്. 429 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 24 hours ലാസ്റ്റ് ചെയ്യുന്നൊക്കെ. പാക്കിംഗ് ഒക്കെ അപ്പാരം തന്നെ കേട്ടോ. ഒരു ബ്രഷ് ഉണ്ടാവും. ഇതെന്താ മനസ്സിലായോ? ഇതെങ്ങനെയാണ് കർത്താവേ തുറക്കുക? ഇങ്ങനെയല്ലേ തുറക്കുക? മറ്റേതൊരു മൂടി തിരിച്ചിട്ട് തുറക്കലായിരുന്നു. ഇവിടെ ഒരു മിററൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട്, നമുക്ക് നോക്കിയിട്ട് എഴുതണമെങ്കിൽ വേണ്ടിയിട്ട്. ബോട്ടിലൊക്കെ അടിപൊളിയാണ്. ബോട്ടിൽ ഡിസൈനിങ് ഒക്കെ അടിപൊളിയാണ്. ബ്രാൻഡ് ഇതാണ് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാൻസി ഷോപ്പിൽ നിന്നാണ് സാധനങ്ങൾ എടുക്കാറ്. അവിടെ വമ്പൻ ഡിമാൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ലാസ്റ്റ് പീസാണെന്നൊക്കെ അവൻ പറഞ്ഞു. അപ്പോൾ അവൻ അവിടുത്തെ സെയിലിനെക്കാട്ടിലും അവന് എൻ്റെ സേഫ്റ്റി ആട്ടോ എപ്പോഴും നോക്കാറ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം കിട്ടിയപ്പോൾ ഞാനിത് പൊട്ടിച്ച് നോക്കട്ടെ എന്ന് കരുതി. ഞാൻ എപ്പോഴും ബ്ലൂ കളർ ഐലൈനറാണ് എഴുതാറ്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഇതിനേക്കാട്ടും വലിയ കോസ്റ്റ്ലിയാണ് മക്കളെ. ഐലൈനർ ചെറിയൊരു കുപ്പിക്ക് 750 രൂപ. അതൊക്കെ ഡെയിലി എഴുതുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിട്ടുള്ളൊരു സംഭവം. എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കണ്ണെഴുതിയാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ വരുമ്പോൾ ആണെങ്കിൽ പോലും കോൺഫിഡൻ്റ് അല്ല. ചെറുതിലേ തൊട്ടിട്ട് കണ്ണെഴുതിയിട്ടില്ല. എൻ്റെ വീട്ടിൽ എനിക്ക് കുട്ടിക്കാലത്ത് കുഞ്ഞിലേന്ന് പറഞ്ഞതിൻ്റെ അത് ആകെ മേടിച്ച് തരുന്നത് ഒരു ഐലൈനറായിരുന്നു. അപ്പോൾ കണ്ണ് നന്നായിട്ട് വാലിട്ട് എഴുതി അന്നേ തൊട്ടിട്ടുള്ള ശീലമാണ്. ആ ശീലം പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇക്കാക്ക ഫോളോ ചെയ്തു പോയി. ഇക്കാക്ക പറഞ്ഞത് മാതിരി ഗൾഫിൽ നിന്ന് ആര് വരുന്ന സമയത്തും ലിപ്സ്റ്റിക്കും കൺമഷും ഈ 2 സാധനവും കൊടുത്തയക്കുമായിരുന്നു. വേറെ ഒന്നും കൊടുത്തയക്കില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് എല്ലാവർക്കും അത് വെയിറ്റ് ഇല്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് എല്ലാവരും അത് മേടിച്ച് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡും ബ്ലാക്കും ആണ് ഉള്ളത്. മെറൂൺ ഷെയ്ഡ് ഇവിടെ എവിടെ ഓടി കളിച്ചതുപോലെ ഉണ്ട്. എവിടെയാണ് ഉള്ളത്? മോനെ ഒന്നും ഇങ്ങോട്ടേക്ക്. അവിടെ എവിടെയാണല്ലേ? ഇതിൻ്റെ ഒരു മെറൂൺ ഷീറ്റ് അവിടെ ഉണ്ട്. അതൊന്നും എടുത്താ. എവിടെ? അതാ വിടടാ. ഉമ്മൻ്റെ പെയിൻറ് ചെയ്യുന്നത്. അപ്പം ബ്ലാക്കും മെറൂൺ ഷെയ്ഡുമാണ് ഇക്കാക്ക കൊടുത്തയക്കൽ. ഇതാ ഇങ്ങനത്തെ ഒരു സാധനം. ഈ ഒരു ബോട്ടിലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഈ മെറൂണ് നമുക്ക് ഐബ്രോ ടച്ച് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു. എഴുതിയാൽ അത്ര ഭംഗിയില്ല, കാണൂല ഈ മെറൂണ്. ഇതൊക്കെ ഭയങ്കര ഡ്രൈ ആയി പോയിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയിട്ടും ഇല്ല എന്നും പറയാം. പിന്നെ എന്നാലോ ഡ്രൈ ആവുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഐബ്രോ ടച്ച് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു മെറൂണ്. അപ്പോൾ ഇതിട്ടാലാണ് ഇക്കാക്ക കൊടുത്തയക്കൽ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് മേടിക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത്. നല്ലത് ലാസ്റ്റ് ചെയ്യുന്ന നല്ല സാധനമാണെങ്കിൽ നിങ്ങൾക്ക് വേണേൽ മേടിച്ചോട്ടെ എന്ന് കരുതിയിട്ട് എടുക്കുകയാണ്. പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല. എനിക്കിത് പ്രൊമോട്ട് ചെയ്തിട്ടിൻ്റെ കാരണവൻ്റെ മോനൊന്നുമല്ല കേട്ടോ ഇത്. അതും ഞാൻ പറഞ്ഞു തന്നേക്കാം. അപ്പോൾ ഫസ്റ്റിൽ ഈ സാധനം ഇക്കാക്ക കൊടുത്തയച്ചപ്പോൾ ഇതെന്തുവാന്നുള്ളൊരു പിടുത്തം കിട്ടുന്നില്ലടോ. അത് കൺമഷിയാണ് എന്നുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റജി. അവന് ഞാനിത് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞടാ ഇതൊരു ജെൽ ടൈപ്പിൽ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു സാധനമാണിത്. അപ്പം നീ ഒന്ന് പിന്നെ ട്രയലിട്ട് നോക്ക്, നല്ല അടിപൊളി സാധനമാണ് തന്നെ. അവന് ബ്യൂട്ടീഷ്യനാണേ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കണ്ണെഴുതി. പിന്നെ അതിൻ്റെ ഒരു ഫാനായി. 2-3 തവണ ഇക്കാക്ക കൊടുത്തയച്ച് പിന്നെ ഷോപ്പിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു. മാളിൽ പോകുമ്പോൾ ഒക്കെ ഞാൻ ചോദിക്കും ജെല്ലായിട്ടുണ്ടോയെന്ന്. ഇല്ല എന്ന് പറയും. അങ്ങനെ വെറുതെ ഒന്ന് ഇവൻ്റെ ഷോപ്പിൽ പർച്ചേസിങ്ങിന് പോയ സമയത്ത് ഇവനോട് ചോദിച്ചതാണ്. അപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് എഴുതി നോക്കാൻ എനിക്ക് വളരെയധികം ആകാംക്ഷഭരിതമായിട്ട് നിൽക്കുകയാണ്. ഏതായാലും ഇതിവിടെ കണ്ണാടിയൊക്കെ സംഭവം ഉണ്ട്. കണ്ണാടി പോലെ സ്റ്റിക്കർ കാണാൻ പഠിക്കാനുണ്ടോ? പക്ഷേ ഇങ്ങനെ എഴുതിയാൽ എനിക്ക് മതിയാവില്ല.
ഒരു തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. നല്ല ബ്ലാക്ക് ആണെന്നൊന്നും പറയാനില്ല, ഒരു നോർമൽ ബ്ലാക്ക്. ഏതായാലും ഞാൻ കണ്ണ് എഴുതിയിട്ട് വരാം, എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ എൻ്റെ കണ്ണ് കണ്ടല്ലോ. എനിക്ക് ഇങ്ങനെയും ഇങ്ങനെയും ഫോണിൽ നോക്കിയിട്ടൊന്നും കണ്ണ് എഴുതാൻ അറിയില്ല. എനിക്ക് നല്ല കണ്ണാടിയുടെ മുമ്പ് പോയിട്ട് നല്ല എൻ്റെ ഇഷ്ടത്തിന് എഴുതണം. ഞാൻ ഒന്ന് എഴുതിയിട്ട് വരാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറ. അങ്ങനെ ഗൈസ്, കണ്ണ് എഴുതിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാം. ഭംഗിയുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇനി എന്താ നോക്കുന്നത്, കണ്ണെഴുതി കാണുന്നില്ലേ? അപ്പോൾ വേറൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി. ഞാൻ നിങ്ങൾക്ക് ഇതിങ്ങനെ തുറന്ന് കാണിച്ചു തന്നല്ലോ, ഈ ടൈപ്പ് ഫസ്റ്റ് ടൈമാ പറഞ്ഞു. ഇതൊരു പൊടി പോലത്തെ ഒരു സംഭവം. അപ്പം ഞാനിത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് എഴുതിയതായിട്ട് ഫീലേ ഇല്ല. അപ്പം എനിക്കിത് തന്നാൽ എൻ്റെ ഫ്രണ്ടിന് മെസ്സേജ് ചെയ്തു, എടാ നീ എന്ത് പണിയാടാ ചെയ്തത്, നീ ഇറ്റാ ചതി എന്നോട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജ് ചെയ്തു. അപ്പോൾ ഇതൊരു പൊടിയാണ്, കണ്ണ് എഴുതിയിട്ട് ഇതാ അവസ്ഥ എന്ന് പറഞ്ഞ് ഞാൻ കണ്ണ് എഴുതി എൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ തിരിച്ച് അവിടുന്ന് ഒരു മെസ്സേജ്, എടോ അതല്ല, അത് ഐബ്രോക്കുള്ളതാണ്, ഇനി തിരിച്ച് ഓപ്പൺ ചെയ്യ്, ഇവിടെയാണ് ജെൽ ടൈപ്പ് എന്ന്. ഞാൻ ഒരു വീഡിയോയിൽ മുമ്പേ പറഞ്ഞില്ല, ഈ ഒരു ജെൽ ടൈപ്പാണ് ഇതുവരെ ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നത് ഉപയോഗിച്ച്. അപ്പോൾ ഇത് 2 in 1 ആണ്. എന്ന് വെച്ചാൽ ഐബ്രോക്കും യൂസ് ചെയ്യുക, അതേപോലെ ഐലൈനറായിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഏതായാലും ഞാൻ എഴുതിയിട്ടുണ്ട്. എത്രത്തോളം ലാസ്റ്റ് ചെയ്യും എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് എനിക്കറിയില്ല. കൂടുതൽ ഒന്ന് ലിപ്പും കൂടി ഒന്ന് ചെയ്തേച്ചു. അപ്പം ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. കമ്പനിയുടെ ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം. പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. ഓല കമ്പനിക്കാർക്ക് എന്തെങ്കിലും കിട്ടുന്നതെങ്കിൽ നിൽക്കരുത്. ഇവിടെ ഇതിൻ്റെ മുകളിൽ ഐബ്രോൻ്റെ ഉണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ചതൊക്കെ ഇത് ഐബ്രോക്ക് യൂസ് ചെയ്യാൻ പറ്റും, രണ്ടും കൂടിയാണ് എന്നുള്ളതാണ്. 2 in 1 നീൻ്റെ മുകളിൽ തന്നെ ഉണ്ട് കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്തല്ലേ ഇതാ പച്ച മലയാളത്തിൽ ഇതിൻ്റെ മുകളിൽ 2 in 1 എന്നുണ്ട്. എന്നെ പറഞ്ഞിട്ട് കാര്യമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ്. ഏതായാലും ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സെലീൻ. ടാറ്റാ.